മാലിന്യം വളമാക്കി മാറ്റുന്ന പദ്ധതിയിലൂടെ വരുമാനം. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ഏറാമല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാലിന്യം വളമാക്കി മാറ്റുന്ന പുതിയ കെട്ടിടത്തിന്റെയും പുതിയ മെഷീനറികളുടെയും ഉദ്ഘാടനവും നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനവും ഒക്ടോബർ 31 വൈകുന്നേരം 3:30 ഷാഫി പറമ്പിൽ MP നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.പി. മിനിക വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏറാമല ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ മാലിന്യ സംസ്കരണ പ്ലാന്റും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിനെ കമ്മ്യൂണിറ്റി ഹാൾ നവീകരിച്ച് ഉള്ള പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം സംബന്ധിച്ചിട്ടാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. സമഗ്രമായ ഒരു വികസനം കഴിഞ്ഞ 5 വർഷം കൊണ്ട് നേടിയെടുക്കാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ആരോഗ്യ ഉപകേന്ദ്രങ്ങളുടേതായാലും അങ്കണവാടികളുടേതായാലും തൊഴിലുറപ്പ് പദ്ധതികളിലായാലും അതുപോലെ തന്നെ വീടുകൾ പുതുതായി നിർമ്മിക്കുന്ന പ്രൊജക്റ്റുകളായാലും മാലിന്യ സംസ്കരണ രംഗത്തായാലും എല്ലാ പശ്ചാത്തല മേഖലയിലും സമഗ്രമായ വികസന പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിലെ ഏറാമല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയപ്പെട്ട ഒരു പ്രവർത്തനമാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. തീർച്ചയായും നമ്മുടെ കോഴിക്കോട് ജില്ലയിലായാലും കേരളത്തിലായാലും മറ്റ് ഗ്രാമപഞ്ചായത്തുകളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ജൈവ മാലിന്യം കൂടി കൈകാര്യം ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് ഏറാമല ഗ്രാമപഞ്ചായത്ത്. ഇപ്പോൾ സർക്കാർ മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ജൈവമാലിന്യ സംസ്കരണം എന്ന പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ 5 തദ്ദേശ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ 3 ഗ്രാമപഞ്ചായത്തുകളിൽ 1 ഗ്രാമപഞ്ചായത്ത് ഏറാമല ഗ്രാമപഞ്ചായത്താണ് എന്നതാണ്. അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് ജൈവമാലിന്യ സംസ്കരണത്തിൽ പ്രതിനിധീകരിച്ച് വൃത്തി കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടന്ന വൃത്തി കോൺക്ലേവിൽ പങ്കെടുത്തിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് ഏറാമല ഗ്രാമപഞ്ചായത്താണ്. അങ്ങനെ അതിൻ്റെ മിഷനറി സംവിധാനം പുതിയ രൂപത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും, അതായത് സുസ്ഥിര വികസനമാണ് ലക്ഷ്യമിടുന്നത്. 42 സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അവർക്ക് എല്ലാ ഭൗതിക സാഹചര്യങ്ങളും അതുപോലെ തന്നെ പുതിയ മിഷനറികളും അതിൻ്റെ എല്ലാവിധ ജൈവ കൊണ്ടുവന്ന് ഭക്ഷണാവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് അത് വളമാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത്. അത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടെ കാർഷിക ആവശ്യങ്ങൾക്ക് സ്വകാര്യ വ്യക്തികൾക്കുൾപ്പെടെ നൽകുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത്. അതായത് ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും വളമാക്കി മാറ്റി ഒരു ഉൽപ്പാദനം സൃഷ്ടിച്ചുകൊണ്ട് വരുമാനമുണ്ടാക്കുന്ന പ്രക്രിയയാണ് ജൈവമാലിന്യ സംസ്കരണം. അതേപോലെ തന്നെ മികച്ചു നിൽക്കുന്ന ജൈവമാലിന്യ സംസ്കരണവുമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെത്. കമ്മ്യൂണിറ്റി ഹാൾ നിലവിലുണ്ടായിരുന്ന കമ്മ്യൂണിറ്റി ഹാൾ അങ്ങേയറ്റം ശോചനീയപരമായ കമ്മ്യൂണിറ്റി ഹാളായിരുന്നു. അതിനെ നവീകരിച്ച് പുതിയ കാലത്തിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ സാധാരണക്കാർ ഒരു ഫംഗ്ഷൻ നടത്തുന്ന സമയത്ത്, അത് വിവാഹമായാലും മറ്റു ഫംഗ്ഷനൊക്കെ നടത്തുന്ന സമയത്ത് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തെയും അത്താഫി ഓഡിറ്റോറിയത്തിനും ലക്ഷക്കണക്കിന് രൂപ നൽകി അതിനോട് കിടപിടിച്ച് നിൽക്കാൻ സാധാരണക്കാരന് കഴിയാത്ത അവസ്ഥയിൽ പുതിയ കാലത്ത് അഭിമാനത്തോടുകൂടി ആഡംബരത്തോടുകൂടി തന്നെ പരിപാടികൾ സംഘടിപ്പിക്കാൻ ആവശ്യമായ രൂപത്തിലാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ 2 പ്രവർത്തനത്തിൻ്റെയും ഉദ്ഘാടനമാണ് ഈ വരുന്ന 31-ാം തീയതി 3:30 മണിക്ക് പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയായി ബന്ധപ്പെട്ടാണ് പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണ കേന്ദ്രം എന്ന് പറയുന്നത് തീർച്ചയായും പ്ലാസ്റ്റിക് കൊണ്ട് മറച്ചിട്ടുള്ള ഒരു ചെറിയ ഷെഡായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ജൈവമാലിന്യത്തിൻ്റെ അത് പുതിയ ബിൽഡിങ്ങായി നവീകരിച്ച് ഏത് നിമിഷവും വെള്ളം കയറി ബുദ്ധിമുട്ടുന്ന കൂമ്പാരമായി കിടക്കുന്ന മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതിനെ പരിപൂർണമായും ഉടച്ചു വാർത്തുകൊണ്ട് വളരെ മെച്ചപ്പെട്ട രൂപത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ വന്നാൽ കാണാൻ പറ്റും. ആ പ്രദേശം ഒരു പുതിയ ഒരു സംവിധാനത്തിലേക്ക് തന്നെയാണ് അത് നീങ്ങുന്ന രൂപത്തിലാണ് അതിൻ്റെ പ്രവർത്തനം. Sometimes nature motivates me. Even more when I feel like a celebrity. But the real motivation is here. White Ray Lights and Interior. www.whiteraylights.com. Vadakara, Karimbalapallam.